السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وطبا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫതുഹുൽ മിൻ അൽഫിയ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ, നമ്മുടെ ഫതുഹുൽ മിൻ ക്ലാസിന്റെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുളിയെ സംബന്ധിച്ചായിരുന്നു നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഷർത്തിൽ, അതില് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക എന്ന വിഷയത്തിലൂടെയാണ് നാം നമ്മുടെ ക്ലാസ് വന്നിരുന്നത്. അതിൽ കുളി നാം പ്രതിപാദിച്ചു. അതിന്റെ ചില സുന്നത്തുകളും ആദാബുകളും ഒക്കെയും പറഞ്ഞു. അതിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അതിലാണ് നമുക്ക് നോക്കാം ഇബാറത്തിലൂടെ. വജാസ തകശുഫുൽ ലഹു ലിൽ ഗുസ്ലി ഫീ ഖൽവത്തിൻ ഔ ബിഹളറത്തി മൻ യജൂസു നദറുഹു ഇലാ ഔറതിഹി കസൗജത്തിൻ വഅമത്തിൻ വസ്തിറു അഫ്ളു വഹറുമ ഇൻ കാന തമ്മ മൻ യഹറുമു നദറുഹു ഇലൈഹ കമാ ഹറുമ ഫിൽ ഖൽവത്തി ബിലാ ഹാജത്തിൻ വഹല്ല ഫീഹാ ലിഅദ്നാ ഗറദിൻ കമാ യഅതി. അതായത് കുളിക്കുന്ന സമയത്ത് തകശുഫ്, ഔറത്തിനെ വെളിവാക്കാൻ പറ്റുമോ ഇല്ലയോ, കുളിക്ക് വേണ്ടിയിട്ട് ഔറത്തിനെ വെളിവാക്കാൻ പറ്റുമോ ഇല്ലയോ, അതായത് ആരുമില്ലാത്ത സ്ഥലത്താണ്, ആരുമില്ല, ഒഴിഞ്ഞ റൂമിലായിട്ടാണ് കുളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഔറത്ത് വെളിവാക്കാൻ പറ്റുമോ എന്നാണ്. എന്ന് പറയുമ്പോൾ ഒന്ന് വളരെ ശ്രദ്ധിക്കണം. ഔറത്ത് വെളിവാക്കുക എന്ന് പറയുമ്പോൾ മുണ്ട് അഴിച്ചു വെച്ച് നഗ്നരായിട്ട് കുളിക്കുക എന്ന അർത്ഥം വെക്കണ്ട. മറിച്ച് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഉടുത്തിട്ടുണ്ട്, മറച്ചിട്ടുമുണ്ട്. പക്ഷെ അത് ഇടക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും ഒക്കെ ഒന്ന് വെളിവാക്കാനും ഒക്കെ പറ്റുമല്ലോ. അപ്പോ ഒരു ഹൽവത്തിൽ ഒഴിഞ്ഞ സമയത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് മറ്റാരും കാണാത്ത രീതിയിലാകുമ്പോൾ അവിടെ അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെളിവാകുക പോലുള്ളത് കുഴപ്പമില്ല, അത് അനുവദനീയമാണ്. എന്നല്ലാതെ പൂർണ്ണ നഗ്നമായിട്ട് നിന്ന് കുളിക്കുക എന്നുള്ളത് വളരെ ആഫത്തുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ദാരിദ്ര്യവും അതുപോലെ പലതും അതിന്റെ ബാക്കിൽ വന്നു ചേരും എന്നത് നാം മനസ്സിലാക്കണം. അപ്പോ ജാസ തകശുഫൻ, ഔറത്തിനെ വെളിവാക്കൽ അനുവദനീയമാണ് ലഹു, ആ കുളിക്ക് വേണ്ടിയിട്ട്. എവിടെ? ഫി ഖൽവത്തിൻ, ഒഴിഞ്ഞ സ്ഥലത്ത് ആരുമില്ല, ഈ കുളിക്കുന്ന ആള് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഔ ബി ഹളറത്തി മൻ, ഒരാളുടെ ഹളറത്തിൽ, യജൂസു നദറുഹു, ആ മണ്ണിന് നോക്കൽ അനുവദനീയമാണ്, ഇലാ ഔറത്തിഹി, ഈ ഗാസിലിന്റെ, കുളിക്കുന്ന ആളെ ഔറത്തിലേക്ക് നോക്കാൻ പറ്റും. ഏതുപോലെ ഇപ്പൊ ഭാര്യയും ഭർത്താവും കുളിക്കാണ്, ഭാര്യക്ക് ഭർത്താവിന് ഭാര്യക്ക്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാലോ. ആ പറഞ്ഞ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ സഹോദരന്മാരാണ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിലാണ്. അല്ലെങ്കിൽ അമത്താണ്, അടിമ സ്ത്രീയാണ്. അപ്പൊ അടിമ സ്ത്രീ ആവുമ്പോഴും എന്താവാം, കാണാന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം കാണാം എന്നല്ല പറയണത്, അല്ലാത്ത സ്ഥലങ്ങളും ഔറത്ത് തന്നെയാണ്. അപ്പൊ അത്തരം സ്ഥലങ്ങൾ കാണുന്നതിന് ഇവർക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഇവരുടെ മുമ്പിൽ, അതല്ലെങ്കിൽ ആരുമില്ലാത്ത അവസരത്തിൽ അനുവദനീയമാണ്. ഒരാവശ്യം ഉണ്ടെങ്കിൽ, തേക്കാനും കുളിക്കാനും ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ആവശ്യം വരികയാണെങ്കിൽ പറ്റും എന്നാണ്. അപ്പൊ ജാസ തകശുഫുൽ ലഹു, കുളിക്ക് വേണ്ടിയിട്ട് ഔറത്തിനെ വെളിവാക്കൽ അനുവദനീയമാണ്. ഫി ഖൽവത്തിൻ, ഒഴിഞ്ഞ സ്ഥലത്ത്. ഔ ബി ഹളറത്തി മൻ, അല്ലെങ്കിൽ ഒരാളുടെ ഹളറത്തിൽ. യജൂസു നദറുഹു, ആ ഒരാൾക്ക് നോക്കൽ അനുവദനീയമാണ്, ഇലാ ഔറത്തിഹി, ഈ ഗാസിലിന്റെ ഔറത്തിലേക്ക്. അതാരെ പോലെ? ഗസൗജത്തിൻ, അവർ ഭാര്യയെ പോലെ, വഅമത്തിൻ, അടിമസ്ത്രീയെ പോലെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വസ്തിറു അഫ്ളലു, എന്താണ്? മറക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അപ്പൊ ഇത് ജായിസാണെന്നുള്ളൂ. അപ്പൊ മനസ്സിലാക്കണം, അനുവദനീയം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആണ് ഈ പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. എന്നാൽ പിന്നെ എന്തും മനസ്സിലാക്കണം, പൂർണ്ണ നഗ്നമായിട്ട് നിന്ന് കുളിക്കുക എന്നതല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക. വഹറുമ, എന്നാൽ ഈ ഔറത്ത് വെളിവാക്കൽ ഹറാമാണ്. ഇൻകാന സമ്മ, ആ കുളിക്കുന്നിടത്ത് ഉണ്ടായാൽ, ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പുഴയിന്നോ കുളത്തിനോ ഒക്കെ കുളിക്കുമല്ലോ. അപ്പൊ അവിടെയൊക്കെ അത് ആണുങ്ങളാണെങ്കിൽ ആണുങ്ങളാണ് അപ്പുറത്തുള്ളത് എങ്കിലും അത് ഔറത്ത് കാണിച്ചുകൊണ്ടുള്ള രീതി അത് ഹറാമാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ്. അപ്പോൾ ഒഴുക്കുള്ള വെള്ളമാണ്, മറയില്ലാതെ കുളിക്കുകയാണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ല ഖൽവത്തിലാണ് എങ്കിൽ ഒരു ജായിസാണ്, അനുവദനീയമാണ് ഈ പറഞ്ഞ നിബന്ധനയിലാണെങ്കിൽ. ഇൻകാന സമ്മ, അവിടത്തിൽ ഉണ്ടായാൽ ഹറാമാണ്. മ യഹ്റുമു നദറുഹു, ആ ഒരുത്തനിക്ക് നോക്കൽ ഹറാമാണ്, ഇലൈഹ, ഔറത്തിലേക്ക്. അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ ഹറാമാണ്.
ഏതുപോലെ ഹറാമാണ്? കമാ ഹറുമ ഫിൽ ഖൽവത്തി ബിലാ ഹാജത്തിദ, ആവശ്യമില്ലാതെ ഖൽവത്തിലും ഹറാമാണ് എന്നർത്ഥം. ഇപ്പൊ നമുക്ക് കിട്ടിയല്ലോ. ആവശ്യമില്ല, ഒരാവശ്യമില്ലാതെ ഖൽവത്ത് ആരുമില്ലാത്തയിടത്ത്. അപ്പോ ഇത് മുമ്പ് പറഞ്ഞിട്ടില്ല, പക്ഷെ എങ്കിലും ഇതിപ്പോ ആളില്ലടത്ത് പിന്നെ ഹറാമാണ് എന്നത് മനസ്സിലാക്കുമ്പോൾ എന്തും കൂടി മനസ്സിലാക്കിക്കോ, ആ ഖൽവത്തിലാണ്, ആളൊഴിഞ്ഞ സ്ഥലത്താണ്, എന്നാലും ഒരാവശ്യവും കൂടാതെ അവിടെയും വെളിവാക്കുക എന്നുള്ളത് ഹറാമു തന്നെയാണ്. മനസ്സിലായിട്ടുണ്ടാവും. വഹല്ല ഫീഹ, ആ ഖൽവത്തില് ഈ പിന്നെ തകശുഫ് അതെന്താണ്? ഹലാലാണ്. അതിനാ ഗർളിൻ, ചെറിയൊരാവശ്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിലും ചെയ്യാം. ചെറിയൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എന്താവാം, അങ്ങനെ ചെയ്യാം. കമായത്തി, ശേഷം അതിനെ കുറിച്ചുള്ള വിശദീകരണം വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ വഹല്ല ഫീഹ, ഈ ഖൽവത്തില് ഹലാലാണ്. അതിനാ ഗർളിൻ, ചെറിയ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ? തകശുഫ്, അതായത് വെളിവാക്കൽ ഹലാലാണ്. ഇപ്പോൾ ഡ്രസ്സൊന്ന് അഴിച്ചു മാറ്റുക, അതല്ലെങ്കിൽ വലിയ ചൂടുള്ള സമയത്ത് ളുഹറിന്റെ ലഹീറ സമയം എന്നൊക്കെ പറയും. ളുഹറിന്റെ ശേഷം അസറിന്റെ ഇടയിലുള്ള ചൂടുള്ള ടൈമിന് ചെറുതായിട്ടൊരു കാറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും എന്ന് ശേഷം ചില ഭാഗങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. എന്നാൽ അവിടെ തന്നെ ജിമാഇന്റെ സമയത്ത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പറ്റൂല എന്നുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരിൽ വന്നിട്ടുണ്ട്. ഷബ്രാമൽസി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഫിഖഹില് അറിയപ്പെട്ട അഗ്രണ്യനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വന്നുള്ളത് ജിമാഇന്റെ ഹാലത്തിൽ ഇത് പറ്റില്ല, അത് അതിൽ പെട്ടതല്ല എന്നാണ്. അവിടുത്തെ സുക്കൂന് രണ്ടാളും മറക്കപ്പെട്ടവരായിരിക്കണം എന്നാണ്, രണ്ടാളും മറയിലായിരിക്കണം എന്നതാണ്. പക്ഷെ അതിനെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ റഷീദി എന്ന് പറയുന്ന ആള് അതിനെ എതിർത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് പിന്നെ ഹാലത്തിൽ ജിമായില് ആവശ്യത്തിന് വേണ്ടിയിട്ട് പറ്റും, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട പല ആവശ്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ ആ നിലക്ക് ഉള്ള ആവശ്യങ്ങളിൽ പറ്റുമെന്ന് തെൽമീദിന്റെ അഭിപ്രായം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ആ ടൈമില് മൊത്തം ഒരു തുണി കൊണ്ട് മറക്കൽ തന്നെയാണ് അതിന്റെ അഫ്ളലും അതിന്റെ ശ്രേഷ്ഠതയും, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിന്റെ ജിമാഇന്റെ ആദാബുകളിലും വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അനുവദനീയമാണ് അതിന്റെ മുഖദ്ദിമക്കോ മറ്റോ ഒക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അത് നിക്കാഹിന്റെ ബാബുകളിലും മറ്റുമൊക്കെ അതിന്റെ വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലേക്കാണ് കമായത്തി എന്ന് ഒരു സൂചന തന്നിട്ടുള്ളത്. ഇപ്പൊ സാനിഹ, ഇപ്പോ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ നിന്ന് ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗമാണ്. രണ്ടാമത്തത് സാനി ഷുറൂത്ത് സ്വല. ഈ സാനി ഷുറൂത്ത് സ്വല, നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ നിന്ന് നിബന്ധനകൾ. രണ്ടാമത്തെ ത്വഹാറത്തു ബദന്, അതായത് ശരീരം ശുദ്ധിയായിരിക്കണം, വസ്ത്രം ശുദ്ധിയായിരിക്കണം, സ്ഥലം ശുദ്ധിയായിരിക്കണം, എന്തിനെ തൊട്ട് നജസില്ലാതിരിക്കണം എന്നർത്ഥം. ഇനി നജസുകൾ എന്താണെന്ന് ശേഷം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നജസിനെ തൊട്ട് ശരീരവും വസ്ത്രവും അതുപോലെ സ്ഥലവും. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലത്തിന് നജസ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ധരിച്ച വസ്ത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല. വസ്ത്രത്തിലുണ്ട്, പക്ഷെ വസ്ത്രം നജസ് വസ്ത്രത്തിന്റെ ഒരു തരം നജസിലാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോവും വരും ചെയ്യുന്നപ്പോ അത് അനങ്ങണമൊന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടൊന്നും നിസ്കാരം സഹിയാവുകയില്ല. എന്നാൽ സ്ഥലം ശുദ്ധി, വസ്ത്രം ബദന ശരീരം ശുദ്ധിയാകാന്ന് പറഞ്ഞാല്, ബദന എന്ന് പറഞ്ഞാല് വായ, മൂക്കിന്റെ ഉള്ള്, അതുപോലെ തന്നെ ചെവി പോലുള്ളതൊക്കെ, കണ്ണിന്റെ ഉള്ളു, ഇതൊക്കെ പെട്ടാണ്. അവിടെയൊക്കെ എന്തെങ്കിലും പിന്നെ മലിന വസ്തുക്കള്, രക്തമോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കിയാലേ നിസ്കാരം സഹിയാവുകയുള്ളൂ, അല്ലെങ്കിൽ സഹിയാവുകയില്ല. പൂവിന് പൊട്ടിയിട്ട് രക്തം വന്നിട്ട് വായിലിങ്ങനെ നിറഞ്ഞിരിക്കുക, അങ്ങനെ നിസ്കരിച്ചാല് നിസ്കാരം സഹിയാവുകയില്ല. അതുപോലെ തന്നെ മൂക്കിൽ തരിമുട്ട് വെക്കിട്ട് അവിടെയൊക്കെ തരിമുക്കൊക്കെ ഒന്ന് രക്തം വന്ന് നിൽക്കുന്നുണ്ട്, അപ്പോഴും ശരിയല്ല, അത് കഴുകി വൃത്തിയാക്കണം. അല്ലെങ്കിൽ കണ്ണിന്റെ ഉള്ളിൽ ഒക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയും ശുദ്ധിയാക്കേണ്ടതാണ് എന്നർത്ഥം. പിന്നെ സ്ഥലം ശുദ്ധിയാകാന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഭാഗത്ത് പിന്നെ നജസ് ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവിടെ ഉണ്ടായിക്കൊണ്ട് നിസ്കരിക്കണം എന്നല്ല. ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരു പായ, ആ പായയില് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് രണ്ട് കാൽപാദം വെക്കുന്നു, മുട്ടിൻകാല് വെക്കുന്നു, സുജൂദ് ചെയ്യുന്നു. ഇവിടങ്ങളിലൊന്നും രക്തമോ ഒന്നും മരമോ ഒന്നുമില്ല, ഒരു നജസും ഇല്ല. പക്ഷെ അതിന്റെ ഇടക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിസ്കാരം സഹിഹാവും എന്നാണ് മസല. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് നിസ്കരിക്കണം എന്നല്ല. സ്ഥലം ശുദ്ധിയാകാന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അങ്ങനെയാണ്, മഹാദാത്ത് ഉണ്ടായാൽ ശരിയാവും എന്നാണ്. അതായത് എന്നാലും നിസ്കാരം സഹിയാവും. ഇനി തട്ട് നമ്മളെ തലക്ക് നേരെ അടുത്താണ്, അവിടെ അതിന്റെ മുകളിലുണ്ട് പിന്നെ നജസ് എന്തെങ്കിലും,
ഇപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മള് വീടിന്റെ ഒക്കെ പുറകിലൊക്കെ താറാവിന് മറ്റൊക്കെ വളർത്തിന്റെ കാഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കുറച്ച് ഉയരത്തിലായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നേരെ തലയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള തട്ടൊക്കെ ആണെങ്കിൽ അതിന്റെയൊക്കെ മുകളിലുള്ളത് അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഇനി ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. വസാനിഹ, നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ രണ്ടാമത്തെ താനി ഷുറൂത്തി സ്വല ത്വഹാറത്തു ബദനിൻ, ശരീരം ശുദ്ധിയായിരിക്കലാണ്. വമിൻഹു, ആ ശരീരം എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ദാഖിലുൽ ഫമ്, വായയുടെ ഉള്ള്, വൽ അംഫി, മൂക്കിന്റെ ഉള്ള്, വൽ ഐനി, അതുപോലെ തന്നെയാണ് കണ്ണിന്റെ ഉള്ള്, അതുപോലെ തന്നെ മൽബൂസിൻ, ധരിക്കപ്പെടുന്ന വസ്ത്രവും അതും ശുദ്ധിയുള്ളതായിരിക്കണം. വഗൈരിഹി, മരിക്കപ്പെടുന്ന അല്ലാത്തതും, അതായത് മിൻകുല്ലി മഹ്മൂലിൻ ലഹു, ആ നിസ്കരിക്കുന്ന ആള് ചുമക്കുന്ന എല്ലാ സാധനവും എന്തായിരിക്കണം, അത് മുഴുവനും ഏതായിരിക്കണം, നജസ്സും ശുദ്ധിയായിരിക്കണം. ഇപ്പൊ നിൽക്കുന്നത് ഒരു കട്ടിലിന്റെ മുകളിലാണ്. കട്ടിലിന്റെ കാല് നിൽക്കുന്നത് എവിടെയാണ്? വളക്കുഴിയിലാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ വരുമ്പോൾ നിസ്കാരം സഹിയാവുകയില്ല. അപ്പൊ നമ്മൾ ധരിച്ചതല്ല, നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്തിലും ഇല്ല. പക്ഷെ അത് മുൽസക്കായി നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്നത് നജസിനോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് ശരിയാവുകയില്ല. വൈലം യതഹറക ബിഹറകതിഹി, അവന്റെ അനക്കം കൊണ്ട് അത് അനങ്ങുന്നൊന്നുമില്ല. എന്നിരുന്നാലും അങ്ങനെയാണ്. വ മക്കാനി യുസല്ലി ഫീഹി, വ മക്കാനി സ്ഥലം യുസല്ലി, അവൻ നിസ്കരിക്കുന്നു, ഫീഹി, ആ സ്ഥലത്തിൽ. അപ്പൊ നിസ്കരിക്കുന്ന സ്ഥലവും വസ്ത്രവും അതുപോലെ അവന് സ്ഥലവും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ള മഹ്മൂര് ചുമക്കപ്പെട്ട വസ്തുക്കളും മുഴുവനും ശരീരവും ഒക്കെ ശുദ്ധിയുള്ളതായിരിക്കണം നജസിനെ തൊട്ട്. അതായത് ഗൈറു മഅഫൂവിൻ അൻഹു, വിടുതി ഇല്ലാത്ത ഏതൊക്കെ നജസുണ്ടോ ആ നജസുകളൊക്കെയും തൊട്ട് ശുദ്ധി ഉണ്ടായിരിക്കണം. മഅഫൂവ് വലിയ കുറഞ്ഞ നജസ്, ദമി ബർവൂസ് എന്നൊക്കെ ശേഷം നമുക്ക് പറയാനുണ്ട്. പയോഫ അൻ ഖലീൽ, വളരെ കുറഞ്ഞതൊക്കെ ആണെങ്കിൽ ചെള്ളു കൊതു മൂട്ട അതിന്റെ ഒക്കെ ചെറിയ രക്തമൊക്കെ ആണെങ്കിൽ അഫു ഉണ്ടായിരുന്നു. അപ്പൊ അത് അല്ലാത്ത നജസുകളെ തൊട്ട് ഈ പറഞ്ഞതൊക്കെയും ശുദ്ധി ഉണ്ടായിരിക്കണം. ഫലാ യസിഹു സ്വലാത്തു മഅഹു, അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഈ പറയപ്പെട്ടതിനോട് കൂടെ സ്ഥലത്തോ അല്ലെങ്കിൽ മക്കാനിലോ അല്ലെങ്കിൽ ശരീരത്തിലോ ഒക്കെ നജസുള്ളതോട് കൂടെ നിസ്കാരം സഹിയാവുകയില്ല. അപ്പൊ ഒരു ചോദ്യം, ഒരാൾ മറന്നിട്ടാണ് അങ്ങനെ ആയത്, ഓന്റെ ശരീരത്തിൽ വസ്ത്രത്തിന് നജസുള്ളവൻ അറിയില്ല, അല്ലെ നജസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ നിസ്കാരം ബാത്തിലാവുന്ന ജാഹിലാണ്. ഇവിടെ ജാഹിൽ എന്ന് പറഞ്ഞിട്ട് നാസി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അത് പഠിച്ച് മനസ്സിലാക്കണം. ഇതൊരു പറയാൻ പറ്റുന്നതല്ല. അതായത് ഓരോ നാസിനെ മറന്നവനാണ് ശരി. ഔ ജാഹിരംബി വുജൂദിഹി, അല്ലെങ്കിൽ ജാഹിൽ എന്ന് പറഞ്ഞാല് രണ്ട് നിരക്ക്. അതായത് അതായത് രക്തം അല്ല, അങ്ങനെ നജസ് ഉണ്ട് എന്നതുകൊണ്ട് ജാഹിലായി, മറന്നല്ല, നജസ് ഉണ്ട് എന്നതുകൊണ്ട് ജാഹിലായി. ബി വുജൂദിഹി ഔ ബി കൗനിഹി മുബത്തിരൻ, അതായത് നജസ് ഉണ്ട് എന്നതുകൊണ്ട് ജാഹിലായി, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകും എന്നതുകൊണ്ട് അവൻ ജാഹിലായി. കാരണം എന്തുകൊണ്ടാണ്? അവിടെ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെയാണ് പെട്ടെന്ന് ഓതി തന്നത്. ഇവിടെ ആയത്തുകൾ എടുത്ത് വിശദീകരിക്കാറില്ല ഫത്തുൽ മേലെ, പക്ഷെ ഇവിടെ അത് ഗൗരവമുള്ളതായതുകൊണ്ട് എളുപ്പെടുത്തി ഓതി തന്നു. ലിഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്കുണ്ട്, വസിയാബക ഫതുഹിർ, വസിയാബക, നിന്റെ വസ്ത്രത്തിനെ, ഫതുഹിർ, അതിനെ നീ ശുദ്ധിയാക്കുക. അപ്പൊ ശുദ്ധീകരണത്തിന് വളരെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. വലി ഖബരി ശൈഖൈനി, ഏതുണ്ട്, പിന്നെ ബുഖാരി മുസ്ലിം ഇവിടെ ഹദീസും വന്നിട്ടുണ്ട്. അതായത് ബുഖാരി മുസ്ലിമിലെ ഹദീസ് വന്നിട്ടുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, അതായത് ഇദാ തസ്റത്തിൽ ഹൈളത ഫദഇയ സ്വലാ ഫഇദാ അദ്ബറത് ഫഗ്സിലി അൻകി അദ്ദമ വസല്ലി എന്നുണ്ട്. എന്ന് പറഞ്ഞാല് പിന്നെ ഹൈലുണ്ടെങ്കിൽ ആ സമയത്ത് നിസ്കാരം ഉപേക്ഷിക്കണം. ഇനി ആ ഹൈലിന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് രക്തത്തിന്റെ വല്ലതോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി വൃത്തിയാക്കി കഴിഞ്ഞ ശേഷമേ പറ്റൂ എന്നുള്ള ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഈ ലക്ഷ്യങ്ങൾ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നും കൂടിയാണ് ഇവിടെ ഖബർ ഷൈഖൈനി എന്നും കൂടി എടുത്തു പറഞ്ഞത്. ഇനി വലാ യദുറു മുഹാദാത്തു നജസ്, നജസ് ഇങ്ങനെ നേരിട്ട് നിൽക്കുന്നത് ബുദ്ധിമുട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലി ബദനിഹി, അവന്റെ ശരീരത്തിലേക്ക്, അവന്റെ ശരീരത്തോട്, അല്ലെങ്കിൽ അവൻ ചുമന്നിരിക്കുന്ന സാധനം, അതായത് കട്ടിലയോ അവനിട്ട് പായോ, അതിനോട് നേരിട്ട് എന്തുണ്ട്, പിന്നെ നേരിട്ട് നിൽക്കുന്ന നജസ് ഉണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ലാക്കിൻ തുക്റഹുമാ മുഹാദാത്തി, ആ നജസിനോട് നേരിടുന്നതിനോട് കൂടെ കറാഹത്തേ ഉള്ളൂ. ഇസ്തിഖ്ബാൽ നജസിൻ, നജസിനോട് മുന്നിടും പോലെ
ആ മുത്തനജിസിൻ അല്ലെ നജസായ സാധനത്തിനോട് മുന്നിടും പോലെ. ഇപ്പൊ കുട്ടി പാത്തിയ മൂത്രം, കുട്ടി പിന്നെ മൂത്രിച്ച തുണിയോ മറ്റോ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതിനോട് നേരിടുന്നതാണ് ഏത് പറഞ്ഞത്, മുത്തനജിസ്. ഒന്നും മൂത്രം തന്നെ ഉണ്ട് അപ്പൊ നജസായി, അല്ലെങ്കിൽ മറ്റുള്ള മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനോട് നേരിടുക എന്നത് മുഹാദാത്ത് ഉണ്ടാവുന്നതോട് കൂടെ കറാഹത്തേ ഉള്ളൂ, നിസ്കാരത്തിന് കോട്ടമൊന്നുമില്ല. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ സുജൂദിന്റെ അവയവങ്ങൾ വെക്കുന്ന സ്ഥലത്ത് അല്ലാതെ ഉണ്ടായാൽ പോലും നിസ്കാരം സഹിഹാകും. പക്ഷെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നല്ല. ഇതാണ് ആ പറഞ്ഞതിന്റെ വ്യക്തത എന്ന് നമ്മൾ മനസ്സിലാക്കുക. വസ്സഖഫി, അത് ഇതുപോലെ തന്നെ വലാദുറു മുഹാദാത്തു നജസിൻ ലി ബദനിഹി, അതുപോലെ പിന്നെ സഖഫിനോട് പിന്നെ മുഹാദിയായി കദാലിക ഇൻ ഖറബ മിൻഹു, ആ സഖഫിനോട് അവൻ അടുത്ത് കഴിഞ്ഞാലും അതിന്റെയും ഹുക്മ് ഇങ്ങനെ തന്നെയാണ്. ആ മുഹാദാത്തു നജസിനുള്ള മുഹാദാത്ത് ബുദ്ധിമുട്ടാവില്ല. സഖഫി, സഖഫിനോടുള്ള മുഹാദാത്ത് കദാലിക ഇപ്രകാരം തന്നെ. അതായത് ഇൻ ഖറബ മിൻഹു, ആ സഖഫിനോട് അവൻ അടുത്തിട്ടുണ്ടെങ്കിൽ, ആ സഖഫ് തന്നെ തട്ട് മേൽക്കൂര അതിനോട് അടുത്ത് നിൽക്കാണ്, അവിടെയാണ് നജസ് നിൽക്കുന്നത്, എന്നാലും നിസ്കാരത്തിന് കോട്ടമൊന്നുമില്ല. ഏത് നിലക്ക് ബിഹൈസു യഹദു മുഹാദിയ ലഹു, അത് അവന്റെ ആ സഖഫ് അവനോട് മുഹാദിയായിട്ട് നേരിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ എണ്ണും. ഉറുഫൻ സാധാരണ നമുക്ക് കണ്ടാൽ അറിയാലോ, ഇപ്പോ ഒരു പിന്നെ മുഴമോ അല്ലെങ്കിൽ പിന്നെ ഒക്കെയാണ് ഉയർച്ച നിൽക്കുന്നെങ്കിൽ മുഹാദി എന്ന് പറയില്ല. ഇതൊരു ചാണ് അല്ലെങ്കിൽ അരച്ചാണിന്റെ ഒക്കെ ഉയർച്ചയിൽ ഇങ്ങനെ ആണ് വരുന്നത് എങ്കിൽ അതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല. വലാജിബിജിത്തിനാബു നജസി ഫി ഗൈരി സ്വലാഹ്, നിസ്കാരം അല്ലാത്തയിടത്ത് നജസിനെ ദൂരീകരിക്കൽ നിർബന്ധമില്ല. ഗൈരി സ്വലാത്തി വമഹല്ലുഹു ഫി ഗൈരി തളമ്മുഖി ബിഹി, അതായത് ദൂരീകരിക്കല് പിന്നെ വുജൂബില്ല എന്ന് പറഞ്ഞത് എവിടെയാണ്, ആ നജസുമായിട്ട് ഇങ്ങോട്ട് പുരളുക, അത് കണ്ട് കുഴച്ചതാവുക എന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ തളമ്മുഖ് ഇല്ലാത്തയിടത്താണ് വുജൂബില്ല എന്ന് പറഞ്ഞത്. അത് ചിലപ്പോ പാടത്തോ വയലിലോ ഒക്കെ പണിയെടുക്കണം, ജോലി ചെയ്യണം, അപ്പോ നമ്മൾ തുണി എടുക്കുന്നു, അപ്പൊ നമ്മള് പിന്നെ ഒഴിയുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ എന്ത് വേണ്ടിവരും, ഈ നജസുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വല്ല പിന്നെ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് വളം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നജസുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. നജസിൽ പുരളലല്ലത്, അത് നജസ് എടുക്കുക, കൊടുക്കുക, വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അതില്. അതുപോലെ തന്നെ കോഴിനെ പിന്നെ അറുവശാലയാണ്, അവിടെ അറുക്കുന്ന സമയത്ത് രക്തം കയ്യിലാകും ഒക്കെ ചെയ്യും. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും പ്രശ്നമില്ല, ദൂരീകരിക്കണമെന്ന് വുജൂബൊന്നുമില്ല. പക്ഷെ അതിലിങ്ങനെ കടന്ന് പുരളാൻ പാടില്ല, പുരളലല്ല. ഫി ബദനിഹി ഔ തൗബി, അവന്റെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ അവന്റെ ശരീരത്തില് തളമ്മുഖ് ഇല്ലാത്ത നിലക്ക് നിസ്കാരത്തിൽ അല്ലാത്തയിടത്ത് ഏതാണ് നജസിനത്തോട് ദൂരീകരിക്കൽ നിർബന്ധമില്ല. അതാണ് അസ്ഥലം എന്ന് പറയുന്നത്. എന്നാൽ പിന്നെയും ഒരു പുരളലിന്റെ ഒരു സ്ഥലമുണ്ട്. ഇപ്പോ ഓന്റെ ഭാര്യ അല്ല പിന്നെ ഇസ്തിഹാദത്തുകാരത്തിയാണ് എന്ന് പറഞ്ഞാല് കരശച്ചോര പിന്നെ ഹൈദും നിഫാസും അല്ലാതെ വരുന്ന സ്ഥിരമായിട്ട് വരുന്ന രക്തം ഉള്ള പെണ്ണാണ്. അപ്പൊ ആ പെണ്ണുമായിട്ട് ബന്ധപ്പെടുന്നത് ഷറയിൽ അനുവദനീയമാണ്, കാരണം ഇസ്തിഹാദത്തുകാരത്തി ആയതുകൊണ്ട്. അപ്പോൾ ഒരു പുരളല് വരുന്നുണ്ട്, പക്ഷെ ആ ഭാഗത്ത് അതായിരുന്നു ഒഴിവാണി എന്ന് ഷറഹിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. ഫഹുവ ഹറാമുൻ, അപ്പൊ ആ തളമ്മുഖിലാണെങ്കിൽ ഹറാമാണ്, ബില ഹാജത്തിൻ, ഒരാവശ്യവും കൂടാതെ. അപ്പൊ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ടതാണ്. വഹുവ ഷറഅൻ മുസ്തഖ്ദിറുൻ യംനഉ സിഹ്ഹത സലാത്തി, അതായത് നജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷറഇൽ മുസ്തഖ്ദിറുൻ, ഒരു മ്ലേച്ഛമായ വസ്തുവാണ്. പക്ഷേ യംനഉ സിഹ്ഹത സ്വലാത്തി, നിസ്കാരത്തിന്റെ സിഹ്ഹത്തിനെ, അതിന്റെ സാധുത അതെന്താക്കുന്നു, മൻഅ ചെയ്യുന്നു, തടസ്സം ചെയ്യുന്നു. ഹൈസുല മുറഹിസ, ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത സ്ഥലത്തിൽ. അത് ഏതൊക്കെയാണ് എന്നുള്ള വിഷയങ്ങളാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ അതിന്റെ ബാക്കി നമുക്ക് പ്രതിപാദിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖൈറിനെ പറയാനോ അത് കേൾക്കാനോ വെച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും റഹ്മാൻ റബ്ബി തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.